ഹലോ എവ്രിവൺ, ഞാൻ ജ്യോതിക നിതിൻ. ടോക്ക് വിത്ത് ജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ടോക്ക് വിത്ത് ജോയിൽ യൂഷ്വലി പല മേഖലകളിലുള്ള ആൾക്കാർ വരാറുണ്ട് ഗസ്റ്റായിട്ട്. സിംഗർ വന്നിട്ടുണ്ട്, ഒരു ഓത്തർ വന്നിട്ടുണ്ട്, മജീഷ്യൻ വന്നിട്ടുണ്ട്, ഡാൻസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലെ ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഗസ്റ്റ് മെഡിക്കൽ ഫീൽഡിൽ നിന്നാണ്. സോ ഷീ ഈസ് എൻ ആയുർവേദിക് ഡോക്ടർ ആൻഡ് ഓൾസോ എൻ ഓൺട്രപ്രണർ. സോ ലെറ്റ് മീ വെൽക്കം ഡോക്ടർ സീതാ ചന്ദ്രൻ. ഹായ് മാം. ഹായ്. സുഖാണോ? സുഖം. അപ്പോൾ ഡോക്ടർ സീതാ ചന്ദ്രനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഷീ ഈസ് എ ഫൗണ്ടർ, CEO ആൻഡ് ഓൾസോ ചീഫ് ഫിസിഷ്യൻ ഓഫ് ഡോക്ടർ സീതാസ് നിരാമയം ആയുർഗ്രാമം. അപ്പം മാം 2010 ഈ ഒരു ക്ലിനിക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു വെഞ്ചർ തുടങ്ങിയിട്ട്? ഓക്കെ, 2010 ഇത് തുടങ്ങുമ്പോൾ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ടാണ് തുടങ്ങിയത്. ഒരു സിംഗിൾ സ്റ്റാഫിനെ വെച്ചിട്ടാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കുറേ ബ്രേക്ക് എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ ഫോക്കസ്ഡ് ആയി തുടങ്ങി ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ. പിന്നെ ടോട്ടലി ഞാൻ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് നമ്മളൊരു പുതിയ റീഓപ്പണിങ് ചെയ്യുന്നത്. റീഓപ്പണിങ് ചെയ്ത് ഇപ്പോൾ കുറച്ചധികം സ്റ്റാഫുകളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു. മാം, അപ്പം ഇതിൻ്റെ പേര് നിരാമയം, ആ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു പേരാണ് നിരാമയം ആയുർഗ്രാമം. അപ്പോൾ ആ പേരിന് പിന്നിൽ എന്തെങ്കിലും ഒരു കഥ ഉണ്ടാവില്ലേ? മറ്റൊന്നുമല്ല, ആമയം എന്ന് പറഞ്ഞാൽ രോഗം എന്നാണ് അർത്ഥം. അപ്പോൾ നിരാമയ, രോഗവിമുക്തമായിട്ടുള്ള ഒരു ഗ്രാമം, ആയുർവേദത്തിലൂടെ രോഗവിമുക്തമായൊരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വിഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതും ഈ പേരിട്ടതും ഒക്കെ. അത് നല്ലൊരു തോട്ടാണ്. അപ്പം മാം, ഇവിടെ നൽകുന്ന സർവീസസ് എന്തൊക്കെയാണ് ഈ ഒരു ക്ലിനിക്കിൽ നിന്ന്? നമ്മളുടെ ഒരു സർവീസസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു വ്യക്തിയും നമ്മൾ ഒരു അസുഖങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വെൽനെസ്സിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ അതിനെ ഒരു ഫിസിക്കലി മാത്രമല്ല നമ്മൾ അയാളെ ആ ഒരു വ്യക്തിയെ നോക്കി കാണുന്നത്, ഫിസിക്കലി അതേപോലെ മെൻ്റലി നമ്മളൊരു മൈൻഡ് ആൻഡ് ബോഡിയെ ഒരുമിച്ച് ചികിത്സിച്ച് ആണ് അവർക്കൊരു സർവീസസ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ചൈൽഡ് കെയർ, പിന്നെ പ്രീമെറൈറ്റൽ, പോസ്റ്റ് മെറൈറ്റൽ കൗൺസിലിംഗ്, പിന്നെ പോസ്റ്റ്പാർട്ടം കെയർ, പ്രഗ്നൻസി കെയർ, പോസ്റ്റ്പാർട്ടം കെയർ, പിന്നെ സൈക്കോളജിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പ്രായഭേദമന്യേ ഏതൊരാൾക്ക് വേണ്ടിയും ഈ ഒരു ക്ലിനിക്ക് ഓപ്പൺ ആണ്. ഓക്കെ. അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞ സർവീസസ് തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തുടങ്ങാം. അപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞതിൽ ഒരു സ്ത്രീനെ നമ്മൾ ഒരു ഫ്രം പ്രീ മാരിറ്റൽ തൊട്ടിട്ട് നമ്മൾ ഒരു പോസ്റ്റ് പാർട്ടം ആ ഒരു സ്റ്റേജിലേക്ക് കംപ്ലീറ്റ് ആയിട്ട്, ഈവൻ ഫാമിലി ആയി കഴിഞ്ഞിട്ട് പോലും ഒരു സ്ത്രീനെ നല്ല രീതിയിൽ വെൽനസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പം മാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിങ്ങിനെ പറ്റിയിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് മാമിനൊന്ന് പറയാമോ? നമ്മൾ മെയിനായിട്ടുള്ള സർവീസസ് ഇതിൽ വരുന്നത് പ്രീമെറൈറ്റൽ കൗൺസിലിംഗ്, പ്രീ കൺസെപ്ഷണൽ കെയർ, പ്രഗ്നൻസി കെയർ, പോസ്റ്റ്പാർട്ടം കെയർ, ഇങ്ങനെ 4 ഫേസസ് ആയിട്ടാണ്. അതിൽ പ്രീമെറൈറ്റൽ കൗൺസിലിംഗ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ അത് ചില കമ്മ്യൂണിറ്റീസിൽ മാത്രമേ ആളുകൾ ഫോളോ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എല്ലാവരും അതിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം ഈ ഒരു നമ്മളുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാകുമ്പം നമ്മൾ സ്ത്രീകൾ കൂടുതലായിട്ടും വിവാഹശേഷം വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് നമ്മൾ തുടരുന്നത്, അല്ലേ? എൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും രീതികളുള്ള ആളുകൾ, അവരോടൊപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും. അതായത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പലപ്പോഴും സ്ത്രീകൾക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. പിന്നീട് അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് എത്തും, ചിലപ്പോൾ അത് സൂയിസൈഡിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇപ്പോൾ അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, നമുക്കതിനെക്കുറിച്ച് ആരെ നമ്മൾ തിരഞ്ഞെടുക്കണം, ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. പക്ഷെ ആ ഒരു ബോൾഡ്നെസ് ആൾക്കില്ല എന്നുള്ളതാണ് മെയിനായിട്ട്. ആരാണ് കറക്റ്റായിട്ടുള്ളൊരു പാർട്ട്ണർ, ആരാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു മാരേജ് എന്ന് പറയുന്ന ഈ ഒരു ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ലാത്തൊരവസ്ഥ. ഇത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ഇൻസൈറ്റ് പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. നമ്മൾ വിചാരിച്ച ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ലല്ലോ ലൈഫ്, ഇത് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ എൻ്റെ വീട്ടിൽ അയാളുടെ ജീവിത രീതിയും ഒന്നും ആയിരിക്കില്ല പിന്നെ മുന്നോട്ടേക്ക് നമ്മൾ പോകുമ്പം. അപ്പോൾ അത് ആൾക്ക് വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ അങ്ങോട്ടേക്ക് അതൊരു ഫാമിലി ഇഷ്യൂസ് ആവും, അതൊക്കെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ആളെ പ്രിപ്പയർഡ് ആക്കുക എന്നുള്ളതാണ്. സ്ത്രീയെയും പുരുഷനെയും ഒരേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രീമെറൈറ്റൽ കൗൺസിലിംഗ് ചെയ്യുന്നത്. പിന്നെ
ഈ പോസ്റ്റ് മെറൈറ്റൽ ഇപ്പോൾ പ്രീ കൺസെപ്ഷണൽ കെയറിനെ കുറിച്ച് ചോദിച്ചല്ലോ. പോസ്റ്റ് മെറൈറ്റൽ നമ്മൾ പല ഫേസസിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഉടനെ ആളുകൾ വരാറുണ്ട്, അല്ലാതെ പിന്നെ ഇപ്പോൾ 50s-ലുള്ളവരും 30s-ലുള്ളവരും ഒക്കെ വരാറുണ്ട്. അപ്പം ഈ പ്രീ കൺസെപ്ഷണൽ കെയർ ആയിട്ട് നമ്മൾ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭധാരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സ്ത്രീകൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ പുരുഷന്മാർക്കും നമ്മൾ ചെയ്യും, സ്ത്രീകൾക്കും നമ്മൾ ചെയ്യും. കാരണം സ്ത്രീകളുടെ ആരോഗ്യം ഒരു പരിധിവരെ പുരുഷന്മാരിൽ നിക്ഷിപ്തമാണ്. അപ്പം ഇത് ഈ ഒരു പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് പറയുന്നത് നമുക്കൊന്നും വലിയൊരു പരിചയവും ഇല്ല, ആരും അതിനെക്കുറിച്ച് ഒട്ടും ഫോക്കസ്ഡും അല്ല. അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് ആർക്കും അറിയാം. എല്ലാവരും ഗർഭിണി ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ശുശ്രൂഷകളൊക്കെ കൊടുക്കും, സ്ത്രീകൾക്ക് കൊടുക്കും. പിന്നെ പ്രസവിച്ച് കഴിഞ്ഞാലും നമ്മൾ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട് നമ്മളുടെ ഈ കേരളത്തിലൊക്കെ. പക്ഷേ ഗർഭിണിയാവാൻ തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പോൾ എന്തിനാ ഇത്രയും? അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സൊക്കെ ഇത്രയും കൂടാനുള്ള കാരണം, അബോർഷൻസ് ഇത്രയും കൂടാനുള്ള കാരണം ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രീ കൺസെപ്ഷണൽ കെയർ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായിട്ടും എനിക്ക് തോന്നാറുണ്ട് ഈ സ്ട്രെസ്സാണ് ഇതിനൊക്കെ മെയിനായിട്ടുള്ള ഇത്തരത്തിലുള്ള അബോർഷൻസ് വരാനും അതേപോലെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസിനൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഒരു മെൻ്റൽ വെൽനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രീ കൺസെപ്ഷണൽ കെയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പോൾ അവരെ സ്മൃതി മെഡിറ്റേഷൻ കൗൺസിലിംഗ് ആണ് നമ്മളതിന് ചെയ്യുന്നത്. അത് ചെയ്ത് അവരെ സ്ട്രെസ് ഫ്രീ ആക്കുക, എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് റിസോൾവ് ചെയ്ത് രണ്ടുപേരെയും സെറ്റിലാക്കി ഈ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക്, അതായത് ഈ ഒരു ഗർഭധാരണത്തിന് വേണ്ടി അവരെ തയ്യാറെടുക്കുക. രണ്ടുപേരും സ്ട്രെസ് ഫ്രീ ആവണം, എന്നാൽ മാത്രമേ ആൾക്ക് പിന്നെ ഗർഭം ധരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് മെൻ്റൽ വെൽനെസ്. പിന്നെ രണ്ടാമതായിട്ട് അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അത് മെഡിസിൻസിലൂടെ അല്ലെങ്കിൽ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. അപ്പോൾ മൈൻഡ് ആൻഡ് ബോഡി നമ്മൾ ഫിറ്റ് ആക്കി കഴിഞ്ഞാൽ മെൻ്റലി ആൻഡ് ഫിസിക്കലി വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ആയിരിക്കും നമുക്ക് എന്താ പറയുക ജന്മം നൽകാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു പ്രീ കൺസെപ്ഷണൽ കെയറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ് ആണ് പ്രീ കൺസെപ്ഷണൽ കെയറിൽ വരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ മാം, അപ്പം അടുത്തത് പ്രീ കൺസെപ്ഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പ്രഗ്നൻസി ആണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈവൻ നമ്മുടെ ഫുഡ് പോലും പല രീതിയിൽ നമ്മൾ മാറിയിരിക്കുകയാണ്. ഇപ്പം ജങ്ക് ഫുഡുമായിട്ട് എഡിക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു വുമൺ ലൈക്ക് അവർ കുറേ ലൈഫ് സ്റ്റൈലിലും അതുപോലെ തന്നെ ഡയറ്റിലും ഇഷ്ടംപോലെ ചേഞ്ചസ് വരുത്താനുണ്ട്. അപ്പം മാമിൻ്റെ ഒരു ക്ലിനിക്കിനെ നമ്മൾ സമീപിച്ചാൽ പ്രഗ്നൻസി കെയർ എന്നുള്ള രീതിയിൽ എങ്ങനെയായിരിക്കും ഡയറ്റിലൊക്കെ ചേഞ്ചസ് വരുത്തുക? ഓക്കെ, പ്രഗ്നൻസി കെയറിൽ നമ്മൾ ഡയറ്റ് ചേഞ്ചസ് നമ്മൾ ക്ലാസിക്സിൽ ആയുർവേദ ക്ലാസിക്സിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മാസാനുമാസികമായിട്ടുള്ളൊരു ഡയറ്റ് ചാർട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ആ ഒരു ഡയറ്റ് ചാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് അഡ്വൈസ് ചെയ്യാറ്. അത് മിൽക്ക് അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഇട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള മിൽക്ക്, ഗീ അതൊക്കെ ആയിരിക്കും ബേസിക്കലി ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസി പീരീഡിൽ ഓരോ ഫേസസിലും ഈ ലേഡിയുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരും അല്ലേ. അപ്പം ആ ഒരു ചേഞ്ചസിനെ നെഗറ്റീവായിട്ട് ആൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും അതേസമയം തന്നെ ഇനീഷ്യൽ ഫേസസിൽ ആദ്യത്തെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 6 മാസത്തിലൊക്കെ അബോർഷൻ കുറയ്ക്കുക, അബോർഷൻ്റെ സാധ്യത കുറയ്ക്കുക. പിന്നെ അവസാന മാസങ്ങളിൽ ലാസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ പിന്നെ സുഖപ്രസവം മസിൽസൊക്കെ റിലാക്സ് ചെയ്ത് സുഖപ്രസവത്തിന് വേണ്ടി ആളെ തയ്യാറെടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡയറ്റ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡയറ്റ് ചാർട്ട് നമ്മൾ അവരുടെ ഇതിപ്പം എല്ലാവർക്കും കോമൺ ആയിട്ടായിരിക്കില്ല ഈ ഒരു ഡയറ്റ് ചാർട്ട് എല്ലാവർക്കും എടുത്ത് ഉപയോഗിക്കാവുന്നതല്ല. നമുക്ക് കാരണം ചില ആൾക്കാർക്ക് ഹൈപ്പർ ടെൻഷൻ്റെ ഇഷ്യൂസ് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഡയബറ്റിസ് ഉണ്ടാവും. അപ്പം ഓരോ രോഗിയെയും അല്ലെങ്കിൽ ഓരോ പ്രഗ്നന്റ് ലേഡീനെയും നമ്മൾ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. കസ്റ്റമൈസബിൾ ഡയറ്റ്. അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡയറ്റ് ചാർട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കാറ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ആദ്യത്തെ ബിഫോർ 8 മന്ത്സ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ആഫ്റ്റർ 8 മന്ത്സ് ചില പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സ്, വസ്തി തുടങ്ങിയ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും, അതേപോലെ സ്ട്രെസ് റിലീവിങ് ആയിട്ടുള്ള ചില തക്രധാര തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. ഇതോടൊപ്പം സ്മൃതി മെഡിറ്റേഷൻ കൊടുത്തിട്ട് ആളെ സ്ട്രെസ് ഫ്രീ ആക്കുക. ഇതൊക്കെയാണ് ഒരു പ്രഗ്നൻസി കെയർ എന്നുള്ള രീതിയിൽ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ മാം, നമ്മൾ പ്രീ കൺസെപ്ഷൻ കഴിഞ്ഞു, അതുപോലെ തന്നെ പ്രഗ്നൻസി കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രസവത്തിന് ശേഷം, അതായത് പോസ്റ്റ് പാർട്ടം എന്നാണ് അതിനൊരു ടേം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു പേര് എന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷ എന്നാണ്. അപ്പം പോസ്റ്റ് പാർട്ടം എന്നുള്ള പേര് തന്നെ ഈ അടുത്താണ് ആക്ച്വലി കുറേ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും ഇതുപോലുള്ള ക്ലിനിക്സൊക്കെ നല്ല രീതിയിൽ കോമൺ ആയി വന്നപ്പോഴാണ് ഈ ഒരു ടേം തന്നെ വളരെയധികം കോമൺ ആയി വന്നത്. അതിന് മുന്നേ നമ്മളെപ്പോഴും ഒരു പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ലേഡി നമ്മളുടെ ഒരു വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊരു ലേഡീനെ വിളിച്ചിട്ട് നമ്മളവരെ ഈ കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിളിക്കാറ്. പക്ഷെ ഇപ്പം അത് പോസ്റ്റ് പാർട്ടം സെൻറ്റേഴ്സ് ലൈക്ക് അതിന് കെയർ കൊടുക്കുന്ന സെൻറ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് എത്രത്തോളം വ്യത്യാസമുണ്ട്, ആൻഡ് മറ്റുള്ള സെൻറ്റേഴ്സിൽ നിന്നും മാമിൻ്റെ സെൻറ്ററിൽ എന്തൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇപ്പം ജ്യോതി പറഞ്ഞ പോലെ ഇവിടെ പൊതുവേ ആളുകൾക്കൊരു ധാരണയുണ്ട്. ഇപ്പം ഒരു സ്ത്രീകളെ വിളിച്ച് പിന്നെ
കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അവർ തന്നെ മരുന്നൊക്കെ ഉണ്ടാക്കി തരും. അപ്പം അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും വീട്ടിൽ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ എന്തിനാണ് ഈ ഒരു ഡോക്ടേഴ്സിനൊക്കെ പോയി കണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. ഇതുപോലെ അവരുണ്ടാക്കി തരുന്ന മരുന്ന് പോരെ. ശരിക്കും ഒരു പോസ്റ്റ്മോർട്ടം കെയർ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ അത്രയും ഒരു പ്രാധാന്യം വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗർഭാവസ്ഥ അല്ലെങ്കിൽ പ്രസവത്തോടൊപ്പം സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. മസിൽസൊക്കെ ആകെ വല്ലാതെ അയഞ്ഞു തൂങ്ങുക, അതായത് ഗർഭപാത്രത്തിൻ്റെയും അതേപോലെ മൂത്രസഞ്ചിയുടെ ഒക്കെ അയഞ്ഞു തൂങ്ങുക, പിന്നെ രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ യൂട്രസിൻ്റെ പ്രൊലാപ്സ്, അതേപോലെ ബ്ലാഡർ പ്രൊലാപ്സ്, വെരിക്കോസിറ്റി, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ്, പിന്നെ വളരെ ഫേറ്റലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരും. രക്തം കട്ട പിടിച്ചിട്ട് ബ്രെയിനിൽ പോയി അങ്ങനെ ഡെത്താവുന്ന സിറ്റുവേഷൻസൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ രീതിയിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ പുറം വേദന, പിന്നെ പൈൽസിൻ്റെ പ്രശ്നം, ഇതൊക്കെ പ്രസവത്തിന് ശേഷമാണ് കൂടുതൽ. അതേപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പലരും പറയാറുണ്ട്. അതിന് ശേഷമാണ് എനിക്കിങ്ങനെ, അന്നാണ് ആദ്യമായിട്ട് ഡിപ്രഷൻ വന്നത്, അതൊക്കെ പിന്നെ അതിനുശേഷം പിന്നെ ഇപ്പം എനിക്ക് വന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഭാവിയിൽ ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ ആരോഗ്യം പഴയ രീതിയിലേക്ക് അവരെ ഫിറ്റ്നസ് കൊണ്ടുവരിക. പിന്നെ വേറെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ. അത് പലപ്പോഴും പുരുഷന്മാർ പറയുന്നത് ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ബുദ്ധിമുട്ടുണ്ട്, പഴയ പോലെ ആവുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും പറയാറുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ രീതിയിലും ആളെ പഴയ രീതിയിൽ ഫിറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും അറിയാത്ത ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തി കുറച്ച് തടവി കോമൺ ആയിട്ട് അവരെല്ലാവർക്കും കൊടുക്കുന്ന കുറച്ച് കൂട്ടുകളുണ്ടാകും. അത് ചിലപ്പോൾ അത് കഴിക്കാൻ പാടില്ലായിരിക്കും അവർക്ക്. ചിലപ്പം കൊളസ്ട്രോൾ ഉള്ള ആളായിരിക്കും, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളായിരിക്കും, BP പ്രശ്നമുള്ളവരായിരിക്കും. അപ്പം അത് കൊടുക്കുന്നതിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. അത് അവർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിലപ്പം റിസൾട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഡോക്ടർ കൺസൾട്ടേഷനിൽ തന്നെ അനുയോജ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്ട്രെസ് കുറയും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ആങ്സൈറ്റിയും വളരെ കൂടുതലാണ്. കാരണം പുതിയൊരു ഓൾറെഡി സ്റ്റിച്ചിൻ്റെ വേദന, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ അവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ സ്ലീപ്പ് വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം മാനസികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്ക് ആ സമയത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഇത് ചിലപ്പം ആദ്യത്തെ പ്രസവത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, സെക്കൻഡ് ഡെലിവറിക്കായിരിക്കും ഈ ഡിപ്രഷനൊക്കെ ചിലപ്പോൾ വരിക. അത് ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ആരും അത്ര ശ്രദ്ധിക്കില്ല. അതിപ്പം ഉറങ്ങാത്തതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി വന്നതിൻ്റെ ആയിരിക്കും, അങ്ങനെയൊക്കെ അത്രയും തള്ളിക്കളയും. അപ്പം ഈ ഒരു ഡിപ്രഷനിലൂടെയാണ് ഈ അമ്മ കടന്നു പോകുന്നത് എന്നുള്ളത് പലപ്പോഴും ആരും നോട്ട് ചെയ്യുക പോലും അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കാറുമില്ല. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇതിനെ രണ്ടിനെയും, അതായത് ഇവരുടെ ഫിറ്റ്നസ് തിരിച്ചു കൊണ്ടുവരും, ഫിസിക്കലി ഫിറ്റാക്കുക, അതേപോലെ മെൻ്റലി അവരെ ഫിറ്റാക്കുക. അപ്പം അതുവഴി എന്താ പറയുക, ബേബിക്കായിരിക്കും ഏറ്റവും കൂടുതൽ അതിനൊരു ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അപ്പം ഒരു ഫാമിലി ഇഷ്യൂസിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അപ്പം ഒരു ഫാമിലിയുടെയും ഹസ്ബൻഡിൻ്റെയും റോള് എത്രത്തോളമാണ് ഈ ഒരു പോസ്റ്റ് പാർട്ടം ഫേസിൽ? കാരണം ആ ഒരു വുമണിനെ, ഒരു പ്രഗ്നൻറ്റ് ലേഡി, ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് വന്ന ലേഡീനെ അത്രത്തോളം അപ്ലിഫ്റ്റ് ചെയ്യണം, നോർമൽ ലൈഫിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ ഒരു ഹസ്ബൻഡിൻ്റെയും ഫാമിലിയുടെയും സപ്പോർട്ട് എത്രത്തോളം ആവശ്യമാണ് ഈ ഒരു ഫേസ്? പ്രീ കൺസെപ്ഷണൽ കെയർ ഒക്കെ കൊടുക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിന് ശേഷം ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, എത്രമാത്രം ശ്രദ്ധിക്കണം, അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവരെ അവെയർ ആക്കുക. ഇന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ അവർക്ക് കൂടുതലൊരു ധാരണ ഉണ്ടാവുമ്പോൾ തന്നെ അവർക്കൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇന്നൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് ആൾ. അപ്പോൾ ആൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അവർക്ക് അറിയുമ്പം അവരൊരുപാട് കുറ്റപ്പെടുത്തില്ല. മാത്രമല്ല ചിലപ്പം നമ്മൾ കുറേ ഉപദേശിക്കാനാണ്, നിനക്ക് തന്നെ അങ്ങ് ശരിയായാൽ പോരെ, ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നമുണ്ടോ, നിനക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ട്, ഇപ്പോൾ കുഞ്ഞായി, പൈസയ്ക്ക് പൈസ ഇട്ട്, പിന്നെ ജോലിയുണ്ട്, പിന്നെ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്കതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനെ കുറേ ഉപദേശങ്ങളും സജഷൻസും കൊടുത്തതുകൊണ്ട് അവർക്കതിൽ നിന്ന് റിക്കവർ ആയിക്കോളും, ആ ചിന്തകൾ അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അത് കൂടുതൽ അവരെ മോശം സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പം ഒരു മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.